മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിന് ഫിസിക്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് MCQs ആണ്. ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെ പറ്റിയുള്ള ഒരു സെറ്റ് MCQs നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സെറ്റ്. അപ്പോൾ ആദ്യത്തെ സെറ്റ് കണ്ടിട്ടില്ലാത്തതൊന്ന് കണ്ടേക്കണേ. നേരെ ക്ലാസ്സിലേക്ക് പോവാം. റെഡി? അപ്പോൾ നോക്കിയേ, ആദ്യം ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ പോവാം. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉള്ളത് നോക്കിയേ. ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ്, അതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ത്, റേഞ്ച് എന്ത്, ഓപ്പറേറ്റ് ചെയ്യുന്ന എവിടെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നോക്കാം. ഫണ്ടമെൻ്റൽ ഫോഴ്സസ് 4 എണ്ണം ഉണ്ട്. 4 എണ്ണം എന്തൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇങ്ങനെ 4 ഫോഴ്സാണ് ഉള്ളത്. ഇവരുടെ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ത്, റേഞ്ച് എന്ത്, എവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് മനസ്സിലാക്കാം. നോക്കിയേ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന 1 എന്ന് എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ പറയാം. ഇത് 1 ആണെങ്കിൽ ബാക്കിയുള്ളവർ എങ്ങനെയായിരിക്കും അതാണ് പറയുന്നത്. നോക്കിക്കോണേ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കാട്ടി 10⁻⁻² ടൈംസ് കുറവാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. മനസ്സിലായേ? ഓക്കെ. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 10⁻13 ടൈംസ് കുറവാണ്. ആരെക്കാട്ടിയും? നമ്മുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കാട്ടിയും 10⁻13 ടൈംസ് കുറവാണ്. ഓക്കെ. യെസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 10⁻39 ടൈംസ് കുറവാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കാട്ടി. അപ്പം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് നമ്മുടെ ബേസ്. അതിനെ വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇവരുടെ സ്ട്രെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡർ, ഏറ്റവും ഫോഴ്സ് അല്ലെ ബലം കുറവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അവിടുന്ന് ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഇവിടുന്ന് ഡിക്രീസ് ചെയ്ത് ഇങ്ങനെ പോകും. മനസ്സിലായോ? ഓക്കെ ആണേ. ഇനി ശ്രദ്ധിക്കണേ, മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കേണ്ട കാര്യം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും ആക്ട് ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് റേഞ്ചിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അതുപോലെ നമ്മുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇവർ രണ്ടുപേരും ഷോർട്ട് റേഞ്ച് ഫോഴ്സുകളാണ്. ഷോർട്ട് റേഞ്ച് ആണ്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, പ്രശ്നമില്ലെന്ന് വിചാരിക്കണേ. യെസ്, മുന്നോട്ട് പോകാം. നോക്ക്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു എന്ന് പറയുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ അല്ലേ? ഇൻഫിനിറ്റ് റേഞ്ച് ആണുള്ളത്. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ നോക്കിയേ, എല്ലാ ഒബ്ജക്ട്സിനും ഇടയിലായി വരും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരും. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കാനുള്ള കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വരുന്നത് എലമെന്ററി പാർട്ടിക്കിൾസിനകത്താണ്. ബീറ്റ ഡീക്കെ ഒക്കെ നടക്കുമ്പോഴാണ് ശരിക്കും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വരുന്നത് അല്ലേ? പ്രധാനമായിട്ടും ബീറ്റ പാർട്ടിക്കിൾ, ന്യൂട്രോൺ നമ്മൾ പറയുമെങ്കിൽ ബീറ്റ പാർട്ടിക്കിളിനകത്ത് ഇലക്ട്രോൺസ് വരും. അതുകൊണ്ട് ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. യെസ്, പ്രശ്നമില്ലെന്ന് വിചാരിക്കും. അവിടെ നോക്കി, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് വരുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചാർജ് പ്രധാനമായും 2 ടൈപ്പ്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ്. അപ്പം ചാർജുകൾക്കിടയിലാണ് ആര് വരുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് വരുന്നത്. ഓക്കെ. പിന്നീടുള്ളത് ആരാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വരുമ്പോൾ ഇവിടെ ന്യൂക്ലിയോൺസ് വരുന്നത്. ന്യൂക്ലിയോൺസ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഇവർ രണ്ടിനും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. ഓക്കെ അല്ലേ? അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഇവിടെ ന്യൂക്ലിയോൺസ്, പ്രധാനമായിട്ടും ഹെവിയർ എലമെന്ററി പാർട്ടിക്കിൾസ് ആണ് ഇവിടെ വരുന്നത്. ഇത്രേ ഉള്ള കാര്യം. അപ്പോൾ ഇതൊരു ഐഡിയ മാത്രമാണ്. ഡീറ്റെയിലുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് MCQ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്നൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഓക്കെ. യെസ്, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നോക്കിക്കോ, നിങ്ങളൊന്ന് വായിച്ച് നോക്കണേ. പരമാവധി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. യെസ്, നോക്കാം. വിച്ച് ഫോഴ്സ് ഹാസ് ആൻ ഇൻഫിനിറ്റ് റേഞ്ച് ആൻഡ് ആക്ട്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾ. ശ്രദ്ധിക്കണേ, റേഞ്ച് എന്താ പറയുന്നത്? ഇൻഫിനിറ്റ് റേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ 2 ഉത്തരം വരും. ഇൻഫിനിറ്റ് റേഞ്ചിനുള്ള 2 പേരെയാണ് പഠിച്ചത്. ശരിയല്ലേ? ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾ, ചാർജ് എന്ന് വരുമ്പോൾ നമ്മുടെ ഉത്തരം കൃത്യമായിട്ട് വരും. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ച് ഓപ്ഷൻസ് നോക്കിക്കേ. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇവർ 2 പേരുടെയും റേഞ്ച് നമ്മൾ ഷോർട്ട് എന്നാണ് പഠിച്ചേക്കുന്നത്. ഷോർട്ട് റേഞ്ചിലാണ് ആക്ട് ചെയ്യുന്നത്. അതൊക്കെ. ഇവർ രണ്ടുപേരും ലോങ് റേഞ്ച് ആണ്. ഇൻഫിനിറ്റ് വരുന്നുണ്ട് അല്ലെ? ഇൻഫിനിറ്റ് ആണ് 2 പേരുടെയും, സംശയമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഇടയിൽ വരുന്ന ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഒരു സംശയമില്ല, ഉത്തരത്തിൽ നമ്മളെത്തി. ഓക്കെ അല്ലേ? യെസ്. നോക്കിയാട്ടെ, അടുത്ത ചോദ്യം. വിച്ച് ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്ട്രക്ചർ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്നാണ്. ആറ്റംസും മോളിക്യൂൾസ് എന്നാണ്, ന്യൂക്ലിയസ് എന്നല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നവർക്ക് പെട്ടെന്ന് തോന്നുന്നൊരു ആശയം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണോ അല്ലേ? ന്യൂക്ലിയസിൻ്റെ കാര്യം ചോദിച്ചാൽ ഉത്തരം നിങ്ങൾക്കറിയാം, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്.
അപ്പോൾ ഇവിടെ ആറ്റംസും മോളിക്യൂളും ഒക്കെ വരുമ്പോൾ അവിടെ ശരിക്കും ചാർജ് വരുന്നുണ്ട്, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് തമ്മിലുള്ള ആകർഷണം, പോസിറ്റീവ് ചാർജ് തമ്മിലുള്ള റിപ്പൾഷൻ അല്ലേ. അപ്പോൾ അവിടെ ചാർജ് കയറി വരുന്നുണ്ട്. അപ്പോൾ ചാർജ് വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം എന്താ വരുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ച വിച്ച് ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്ട്രക്ചർ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് ചോദിച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയസ് എന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ പറയേണ്ടത് ആരെയാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, യെസ്. ചോദ്യം വൈകി. വിച്ച് ഫോഴ്സ് ഹാസ് ദ വീക്കസ്റ്റ് റിലേറ്റീവ് സ്ട്രെങ്ത്? വീക്ക് ആരാണ്? വീക്കസ്റ്റ് ഫോഴ്സ് ആര് എന്നാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീക്കസ്റ്റ് ഫോഴ്സ് ആരാ? പറ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? ഒരു സംശയമില്ലല്ലോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വീക്കസ്റ്റ് ഫോഴ്സ്. ഫണ്ടമെന്റൽ ഫോഴ്സസ് നാലെണ്ണത്തിനകത്ത് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സംശയം വരരുത്. ഓക്കെ, ഇവിടെ ഒരു വീക്ക് ഉണ്ട്, ഇവിടെ ഒരു വീക്ക് ഉണ്ട് അല്ലേ. വീക്കസ്റ്റ് ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണെന്ന് വിചാരിക്കരുത്. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ചോദ്യം വായിക്കും. വിച്ച് ഫണ്ടമെന്റൽ ഫോഴ്സ് ഓപ്പറേറ്റ്സ് അമോങ് ഓൾ ഒബ്ജക്ട്സ് ഇൻ യൂണിവേഴ്സ്? യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്ട്സിനും ഇടയിലായിട്ട് വരുന്ന അല്ലേ ഫോഴ്സ് ഏതെന്നാണ് ചോദ്യം. ഫണ്ടമെന്റൽ ഫോഴ്സ് ഓപ്പറേറ്റ്സ് ഓൾ അമോങ് എന്താ അല്ലേ ഒബ്ജക്ട്സ്. യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സിനും മധ്യത്തിലായിട്ട് വരുന്ന ഫോഴ്സ് ഏതെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഒരു സംശയം വേണ്ടല്ലോ. ഓക്കെ അല്ലേ? നോക്കിയാട്ടെ, ദ റേഞ്ച് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ റേഞ്ച് എന്തെന്നാണ്? ഓപ്ഷൻസ് നോക്കിയാൽ ഇൻഫിനിറ്റ്, ന്യൂക്ലിയർ സൈസിലാണ്, സബ് ന്യൂക്ലിയർ സൈസിലാണ്, എ ഫ്യൂ മീറ്റേഴ്സ് എന്നാണ് അല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മൊത്തം വ്യാപിച്ച് കിടക്കുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള. അപ്പോൾ അതിന്റെ റേഞ്ച് എന്താണ്? ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ശ്രദ്ധിക്കണേ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയത്. നോക്കിയേ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ഫണ്ടമെന്റൽ ഫോഴ്സസ്? അതായത് ആ തന്നിരിക്കുന്ന ഫണ്ടമെന്റൽ ഫോഴ്സസിന്റെ സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ എഴുതിയിരിക്കുന്നതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതെന്നാണ് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്ക് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അതിനെക്കാട്ടി സ്ട്രോങ് ആയിട്ട് വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഏറ്റവും സ്ട്രോങ് ആയിട്ട് വരുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് നമുക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. നോക്ക്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, പിന്നെ വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ വരുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, പിന്നെ വരുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഉത്തരമായല്ലോ, പ്രശ്നമില്ലല്ലോ, സെറ്റാണേ, ഒരു പ്രശ്നമില്ലല്ലോ. യെസ്, ഓക്കെ. ശ്രദ്ധിക്കണേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്? തന്നിരിക്കുന്നതിനകത്ത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ പറ്റി കൃത്യമായിട്ട് നമുക്ക് ഐഡിയ നൽകുന്ന ഇത് നോക്കാം. ഇറ്റ് ഈസ് വീക്കർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടിയും വീക്കാണോ? അല്ല, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇറ്റ് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ദ ന്യൂക്ലിയസ്. പ്രോട്ടോണിയും ന്യൂട്രോണിയും ന്യൂക്ലിയസിനുള്ളിൽ ബൈൻഡ് ചെയ്യുന്നത് ആരാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ഓൾ ചാർജ്ഡ് പാർട്ടിക്കിൾ. അത് തെറ്റാണ്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ കാര്യമാണ്. ചാർജ്ഡ് പാർട്ടിക്കിൾ വന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഓക്കെ അല്ലേ? യെസ്. നോക്ക്, ഇറ്റ് ഹാസ് ആൻ ഇൻഫിനിറ്റ് റേഞ്ച് എന്ന് ചോദിച്ചാൽ തെറ്റാണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് ആണ്. ഓക്കെ അല്ലേ? പ്രശ്നമില്ലെന്ന് വിചാരിച്ചോട്ടെ. ഓക്കെ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. യെസ്, മുന്നോട്ട് പോകാം നമുക്ക്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അത്ര പ്രയാസമായിട്ട് തോന്നുന്നുണ്ടോ? കിട്ടുന്നുണ്ടേ നിങ്ങൾക്ക്? യെസ്, നോക്കിയാട്ടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. ഇറ്റ് ക്യാൻ ബി ബോത്ത് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് എന്നുള്ളത് ശരി. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ സംബന്ധിച്ച് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം കിട്ടി. അപ്പോൾ ഇറ്റ് ഈസ് വീക്കർ ദാൻ ന്യൂക്ലിയർ ഫോഴ്സ് എന്നുള്ളത് തെറ്റ്. ഇറ്റ് ഓപ്പറേറ്റ്സ് ഓവർ എ വെരി ഷോർട്ട് റേഞ്ച് എന്നുള്ളത് തെറ്റ്. ഇറ്റ് ആക്ട്സ് ബിറ്റ്വീൻ ന്യൂട്രോൺ എന്നുള്ളത് തെറ്റ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ക്യാൻ ബി ബോത്ത് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ്. ഇതിൽ അതിനകത്ത് അട്രാക്ഷൻ വരാം, റിപ്പൾഷൻ വരാം. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ പറ്റി കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏത്? ഇതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നോക്കാം. ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ എന്ന് പറയുന്നു. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് തെറ്റാണ്. സ്ട്രോങ്ങസ്റ്റ് അല്ല. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അവിടെ നോക്ക്, ഇറ്റ് ആക്ട്സ് ഓവർ എ വെരി ഷോർട്ട് റേഞ്ച്. ഷോർട്ട് റേഞ്ച് ആണ്, അത് ശരിയാണ്. ഷോർട്ട് റേഞ്ച് എന്നുള്ളത് ശരിയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക്. ശരിയാണോ നോക്കാം. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ബൈൻഡിങ് ഇലക്ട്രോൺസ് ടു ന്യൂക്ലിയസ്. ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസുമായിട്ട് ബൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്. അപ്പോൾ എന്താ വരുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് വരുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണോ? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെ കാര്യം പറയുന്നത്.
അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ഓൾ ഒബ്ജക്ട്സ് ഇൻ ദി യൂണിവേഴ്സ്. ഓൾ ഒബ്ജക്ട്സ് ഇൻ ദി യൂണിവേഴ്സ് വരുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആര് വരും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടിയല്ലോ. ഇവിടെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. ഇറ്റ് ആക്ട്സ് ഓവർ എ വെരി ഷോർട്ട് റേഞ്ച് എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കാം എന്തൊക്കെയാണ് ഓപ്ഷൻ നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അല്ലെ ഇത് ആക്ട് ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലം തന്നിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ മാച്ച് ചെയ്യുന്നത്. നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരെ നമുക്കറിയാം ഓൾ ഒബ്ജക്ട്സ് ഇൻ യൂണിവേഴ്സ് എന്നാണ് വരേണ്ടത്. ഓൾ ഒബ്ജക്ട്സ് ഇൻ യൂണിവേഴ്സ്, അതായത് 1 എന്തെന്നാ വരേണ്ട? 1 നേരെ വരേണ്ട ആൻസർ സി ആണ്. 1 സി ആണ് വരേണ്ടത്. ഓക്കെ, 1 സി വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. 1 2, ബാക്കി അപ്പോൾ 2 നമുക്ക് കട്ട് ചെയ്യാം. ഇതും കട്ട് ചെയ്യും. ഇനി അത് 2 നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? 2 നോക്കാം. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ പറ്റി നമ്മൾ എന്താ മനസ്സിലാക്കിക്കുന്നത്? യെസ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലെ ഇലക്ട്രോൺ അതുപോലെ ന്യൂട്രോണോ ഇവയ്ക്കിടയിലാണ്. ഓക്കെ അല്ലെ? ബീറ്റ പാർട്ടിക്കിൾ വരുന്നിടത്താണ്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്ക്, 2 നമുക്ക് എന്താ കിട്ടുന്നത്? 2 ഡി എന്നാണ് കിട്ടുന്നത്. 2 ഡി എന്നാണ് കിട്ടുന്നത്. അപ്പൊ 2 ഡിയും കൂടെ ആയപ്പോഴും നമുക്ക് ഉത്തരമായി. 2 ഡി കിട്ടുന്നത് ഇവിടെയാണ്. അപ്പം ബാക്കിയുള്ളത് അവിടെ അല്ലേ വരേണ്ടത്? അപ്പൊ ഇതും തെറ്റായി. ഓക്കെ, അപ്പൊ ഇതും തെറ്റായി. യെസ്, ഓക്കെ അല്ലേ? ബാക്കി നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ വരണം. അപ്പോൾ അതൊക്കെ. ഇനി ആരോ വരുന്നത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ന്യൂക്ലിയോൺസ് അതുപോലെ ഹെവിയർ പാർട്ടിക്കിൾസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരേണ്ടത്? 1 സി, 2D, 3 എന്നുള്ളത് ബി ആണ്, 3B, 4A എന്നുള്ളതാണ് വരേണ്ടത്. ഇതാണ് നമ്മുടെ ആൻസർ. പ്രശ്നമില്ലേ? ഈസി ആയിരുന്നേ. യെസ്, നോക്കി ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണം. നോക്കാം. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ്സ് ക്വാർക്സ് ഇൻസൈഡ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആട്ടോ. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഓപ്പറേറ്റ്സ് അമോങ് ന്യൂക്ലിയോൺസ് ആൻഡ് ഹെവിയർ പാർട്ടിക്കിൾസ് എന്നുള്ളത് തെറ്റാണ്. ന്യൂക്ലിയോൺസ് വന്നാൽ മനസ്സിലാക്കണം. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണിനെയും ബൈൻഡ് ചെയ്യുന്ന കാര്യമാണ്. ഹെവിയർ പാർട്ടിക്കിൾ വരുന്നതാ. അപ്പോൾ ഇത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ കാര്യമാണ്. യെസ്, ഇവിടെ വീക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ബൈൻഡ്സ് ഇലക്ട്രോൺസ് ന്യൂക്ലിയർ. ഇത് ശരിയായിട്ടുള്ള, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റിനകത്ത് ഈ ഒരു ആശയം വന്നതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗവേൺസ് പ്ലാനറ്ററി മോഷൻ. അല്ലെ, പ്ലാനറ്ററി മോഷന് കാരണമായിട്ടുള്ളത് ആരാണ്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. കിട്ടിയല്ലോ? പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇതിന്റെ ബേസിക് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കണ്ടോണേ. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. അട്രാക്റ്റീവ് ആവാം, റിപ്പൾസീവ് ആവാം. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ബീറ്റ ഡികെ. ബീറ്റ ഡികെ വരുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെ കാര്യത്തിലാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രശ്നമൊന്നുമില്ല. നോക്ക്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട്സ് ഓൺ ഓൾ പാർട്ടിക്കിൾസ് ഇൻ ദി യൂണിവേഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഓൾ പാർട്ടിക്കിൾ എന്നൊക്കെ പറയുന്നുണ്ട്, അത് തെറ്റാണ്. നമുക്കറിയാം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഒരു ഷോർട്ട് റേഞ്ച് ആണ്. ശരിയല്ലേ? എല്ലാ പാർട്ടിക്കിളും, പ്രപഞ്ചത്തിലെ എല്ലാ പാർട്ടിക്കിളും വരുന്നത് എവിടെയാണ്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ കാര്യത്തിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടി. നോക്ക്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഹാസ് അൻ ഇൻഫിനിറ്റ് റേഞ്ച് എന്നുള്ളത് ശരിയാണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിരുന്നു? റോങ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ്. റോങ് ആയിട്ടുള്ളത് ഇതാണ്. ഓക്കെ അല്ലേ? പ്രശ്നമില്ലെന്ന് വിചാരിക്കും. മുന്നോട്ട് പോകാം. നോക്കിയാട്ടെ. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. വീണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നോക്കാം, വായിച്ചു നോക്കാം. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് ശരിയാ. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടി സ്ട്രോങ്ങർ ആണ്. ശരിയാണ്. ഓക്കെ, യെസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓപ്പറേറ്റ്സ് ഒൺലി എമോങ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്നുള്ളത് തെറ്റാണ്. ചാർജ്ഡ് പാർട്ടിക്കിളിനകത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. പ്രപഞ്ചത്തിൽ മൊത്തത്തിലുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ്സ് ന്യൂക്ലിയോൺസ് ഇൻ ന്യൂക്ലിയസ് എന്നുള്ളത് ശരിയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഹാസ് ഇൻഫിനിറ്റ് റേഞ്ച് എന്നുള്ളതും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓപ്പറേറ്റ്സ് ഒൺലി എമോങ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്നുള്ള ആശയം തെറ്റാണ്. ഓക്കെ, യെസ്. ചോദ്യം നോക്കുക. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. വീണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. നോക്കാം. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ്ങസ്റ്റ് എമോങ് 4 ഫണ്ടമെന്റൽ ഫോഴ്സസ്. ശരിയോ തെറ്റോ? ശരിയായിട്ടുള്ള കാര്യമാണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ്. ഓക്കെ, അടുത്ത നോക്ക്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഓപ്പറേറ്റ്സ് പെർട്ടിക്കുലർലി ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ എന്നുള്ളത് ശരിയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഹാസ് ബോത്ത് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ, റിപ്പൾസീവ് നേച്ചർ ഇല്ല. അപ്പോൾ ഇത് തെറ്റാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്ക്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ക്യാൻ ബി ബോത്ത് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് എന്ന് പറയുന്നുണ്ട്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ, തിരിഞ്ഞൊന്നും പോകുന്നില്ലല്ലോ. ഓക്കെ, യെസ്.
ശ്രദ്ധിച്ചോണേ, വിച്ച് ഓഫ് ദ 4 forces is മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് അറ്റ് ദ സ്കെയിൽ ഓഫ് ഗാലക്സീസ് അല്ലെ. അപ്പോൾ തന്നിരിക്കുന്ന 4 ഫോഴ്സിനകത്ത് ഗാലക്സി സ്കെയിലിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് ആര് എന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലെ. പ്ലാനറ്ററി മോഷൻ, ഗാലക്സികളുടെ സഞ്ചാരം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരാണ്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. നോക്കിയാട്ടെ, ദ ബൈൻഡിങ് ഓഫ് അറ്റോമിക് ന്യൂക്ലിയസ് ബൈൻഡ് ചെയ്ത് വെക്കാൻ കാരണമായിട്ടുള്ള ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇവിടെയാണ് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂടെ ബൈൻഡ് ചെയ്ത് വെക്കുന്നത്. പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്ത് വിളിക്കുന്ന പേരെന്താണ്? ന്യൂക്ലിയോൺസ് എന്നാണ് കേട്ടോ. ന്യൂക്ലിയോൺസ് എന്നാണ് വിളിക്കുന്നത്. പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്ത് വിളിക്കുന്ന പേര് ന്യൂക്ലിയോൺസ് എന്നാണ് കേട്ടോ. ചോദ്യം വായിച്ചാട്ടെ. വിച്ച് ഫോഴ്സ് ഈസ് ദ കോസ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ഇൻ ഡ്യൂറ്റീരിയം? ശ്രദ്ധിക്കണേ, ന്യൂട്രോണും ഉണ്ട് പ്രോട്ടോണും ഉണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി ന്യൂക്ലിയോൺസ് ആണ്. ന്യൂക്ലിയോൺസ് വരുന്ന എവിടെയാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനകത്താണ്. അത്ര സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, നോക്കുക. വിച്ച് ഫോഴ്സ് അഫക്ട് പ്ലാനറ്ററി മോഷൻ, സ്റ്റാർസിന്റെ മോഷൻ, ഗാലക്സി, ഇതെല്ലാം വരുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആര് വരണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആൻസർ കേട്ടോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. യെസ്. നോക്കാം. വിച്ച് ഫോഴ്സ് പ്ലേസ് എ കീ റോൾ ഇൻ റേഡിയോ ആക്റ്റീവ് ഡീകെ പ്രോസസ്? ഡീകെ പ്രോസസ്സ് വരുന്ന ഒരേ ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ബീറ്റ ഡീകെ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച ആരെയാണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഉത്തരമായല്ലോ, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, നോക്കിയാട്ടെ. വിച്ച് ഈസ് ദ മോസ്റ്റ് പവർഫുൾ അല്ലെ. പവർഫുൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. യെസ്. ഓഫ് ദ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ഏതായിരിക്കും? ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഉറപ്പിച്ച് പഠിച്ച് സെറ്റാക്കി കഴിഞ്ഞു. നോക്കുക. വിച്ച് ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 പ്രോട്ടോൺസ് അല്ലെ. 2 പ്രോട്ടോൺസ് തമ്മിൽ റിപ്പൾഷൻ വരികയാണ്. റിപ്പൾഷൻ നോക്കി, പോസിറ്റീവ് ചാർജും തമ്മിൽ റിപ്പൾഷൻ വരുന്നു. റിപ്പൾഷൻ വന്നാൽ മനസ്സിലാക്കണം ആരാത്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അട്രാക്ഷൻ റിപ്പൾഷൻ ഒക്കെ വരുന്ന ഗീസാറിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഓക്കെ, നോക്കിയാട്ടെ. വിച്ച് ഫോഴ്സ് ഈസ് ഇൻവോൾവ് ഇൻ സൺസ് ന്യൂക്ലിയർ ഫ്യൂഷൻ? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? 2 ചെറിയ ന്യൂക്ലിയസ് തമ്മിൽ കൂടിച്ചേരുക അല്ലെ. ഒരു ന്യൂക്ലിയസും വേറെ ന്യൂക്ലിയസോടെ കൂടിച്ചേർന്നിട്ട്, അതായത് സണ്ണിൽ ഹൈഡ്രജനും കൂടെ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? ഹീലിയം ഉണ്ടാവുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ചെറിയ ന്യൂക്ലിയസ് കൂടിച്ചേർന്ന് വലിയ ന്യൂക്ലിയസ് ഉണ്ടാവും. ശരിക്കും ചെറിയ ന്യൂക്ലിയസ് കൂടിച്ചേർന്ന് വലിയ ന്യൂക്ലിയസ് ഉണ്ടാവുമ്പോൾ ശരിക്കും അല്ലെ ന്യൂക്ലിയസിന്റെ ഫോർമേഷനിലേ നടക്കുന്നത്. അവിടെ പ്രോട്ടോണും ന്യൂട്രോണും ബൈൻഡ് ചെയ്യില്ലേ. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ആരുണ്ട്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വരും. അപ്പൊ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നുള്ള ആശയം വന്നു. ഓക്കെ അല്ലേ? തീർന്നിട്ടില്ല. ഇങ്ങനെ ഇത് നടക്കുന്ന സമയത്ത് ഇവിടെ ബീറ്റ ഡീകെയും നടക്കും. എന്താണ്? ബീറ്റ ഡീകെയും നടക്കും. മനസ്സിലായി? ഡീകെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബീറ്റ ഡീകെയും ഉണ്ട് അല്ലെ. ബീറ്റ ഡീകെ നടക്കാന്ന് വെച്ചാൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വരും. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും വരും. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും അതുപോലെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും എവിടെ നടക്കുന്നുണ്ട് അല്ലെ? സണ്ണിൽ ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് നടക്കുന്നുണ്ട്. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. നോക്കിയാട്ടെ. വിച്ച് ഈസ് ദ ഓൺലി ഫോഴ്സ് ദാറ്റ് ആൾവേസ് ആക്ട്സ് അട്രാക്റ്റീവ്? ഒന്നൂടെ. വിച്ച് ഈസ് ദ ഓൺലി ഫോഴ്സ് ദാറ്റ് ആൾവേസ് ആക്ട്സ് അട്രാക്റ്റീവ്ലി അല്ലെ. അട്രാക്ഷൻ മാത്രമുള്ള ഫോഴ്സ് ചെയ്ത ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുക മാത്രമാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. നോക്കാം. വിച്ച് ഫോഴ്സ് ഈസ് ഡോമിനന്റ് ഇൻസൈഡ് അറ്റോമിക് ന്യൂക്ലിയക്കകത്ത് ഡോമിനന്റ് ആയിട്ടുള്ള ഫോഴ്സ് ചെയ്ത സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ സെറ്റായി കഴിഞ്ഞു, ഒരു പ്രശ്നമില്ല. നോക്കാം. വിച്ച് ഫോഴ്സ് ആക്ട്സ് ബിറ്റ്വീൻ ഓൾ പാർട്ടിക്കിൾസ് വിത്ത് മാസ് വരുന്ന എല്ലാ പാർട്ടിക്കിളിനെയും ആകർഷിക്കുന്ന മാസ് ആണ് കാരണമെങ്കിൽ ഉറപ്പിച്ചോ അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ചാർജ് ആണ് കാരണമെങ്കിൽ ഉറപ്പിച്ചോ അത് ചാർജ് ആണ് വരുന്നതെങ്കിൽ അതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ അല്ലേ? പ്രശ്നമില്ലെന്ന് വിചാരിക്കാം. ചോദ്യം ശ്രദ്ധിക്കണേ. നോക്കിയാൽ വിച്ച് ഫോഴ്സ് ഈസ് ദ സെക്കൻഡ് വീക്കസ്റ്റ് അമോങ് ദ 4 അല്ലേ. 4 ഫണ്ടമെന്റൽ ഫോഴ്സ് ഉണ്ട്. ഇതിനകത്ത് സെക്കൻഡ് വീക്കസ്റ്റ് ആണ്. വീക്കസ്റ്റ് അല്ല ചോദിച്ചേക്കുന്നത്, സെക്കൻഡ് വീക്കസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. സെക്കൻഡ് വീക്കസ്റ്റ്. നോക്കിയാട്ടെ. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആരാ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അവിടെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആരാ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അത് കഴിഞ്ഞാൽ സ്ട്രെങ്ത് കുറഞ്ഞതാരാ? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. നമ്മൾ ഓർഡർ ഒക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ്, നമുക്ക് പ്രശ്നമില്ല.
അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആരാ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും കുറവാരാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓർഡർ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണേ. യെസ്, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ നോക്കിയാൽ സെക്കൻഡ് വീക്കസ്റ്റ് ആണ്, ഏറ്റവും വീക്കസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് വീക്കസ്റ്റ് ആരാ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. സെറ്റ് കഴിഞ്ഞു, ഉത്തരം. യെസ്, ക്വസ്റ്റ്യൻ വായിച്ചോ. വിച്ച് ഫോഴ്സ് ക്യാൻ ബി ബോത്ത് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ്? അട്രാക്ഷൻ വരാം, റിപ്പൾഷൻ വരാം. അത് ആരെന്നാണ് ചോദ്യം. നോക്കാം, അട്രാക്ഷൻ വരാം, റിപ്പൾഷൻ വരാം. നേരത്തെ കണ്ടതല്ലേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അട്രാക്ഷൻ റിപ്പൾഷൻ വരുന്ന ആരാ? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ആൻസർ കൂടെ ഉണ്ട് കേട്ടോ. യെസ്, നോക്കാം. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് മെയിൻലി ഓപ്പറേറ്റ്സ് among. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെ കാര്യം പറയാം. നോക്കാം നമുക്ക്. ന്യൂക്ലിയോൺസ്, ഓൾ ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ഓൾ മാറ്റർ ഇൻ യൂണിവേഴ്സ്, സം എലമെന്ററി പാർട്ടിക്കിൾസ് ആൻഡ് പെർട്ടിക്കുലറി ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ അല്ലേ കറക്റ്റായിട്ട് വരേണ്ടത്. ബാക്കിയെല്ലാം നമുക്കറിയാമല്ലോ, പ്രശ്നമില്ല. നോക്കിയല്ലേ, വിച്ച് ഫോഴ്സ് ഹാസ് ആൻ ഇൻഫിനിറ്റ് റേഞ്ച് ആൻഡ് ആക്ട്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾ? നോക്കിയാട്ടെ, ഇൻഫിനിറ്റ് റേഞ്ച് ഉണ്ട്, ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തേ നമ്മൾ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. ആരാ ഉത്തരം വരുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലേ, ഒരു സംശയം വേണ്ടല്ലോ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നോക്കിയാട്ടെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് MCQs ആണ്. ചെയ്ത് നോക്കിയിട്ട് പ്രയാസമായിട്ട് തോന്നിയോ? എളുപ്പമല്ലായിരുന്നു? ക്ലാസ് അവസാനിപ്പിക്കട്ടെ. താങ്ക് യു.